നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചുഴലിക്കാറ്റും മഴയും. ഇരട്ടി മേഖലയിൽ 2 വീടുകൾ പൂർണ്ണമായും 8 വീടുകൾ ഭാഗികമായും തകർന്നു. വ്യാപക കൃഷിനാശം. ശക്തമായ കാറ്റിൽ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടം. മരം പൊട്ടിവീണ വീടുകൾക്ക് നാശനഷ്ടം. വൈദ്യുത കേബിൾ മേഖലയിലും വൻ നാശം. ഇരട്ടി പേരാവൂർ റോഡിലെ കുഴികൾ അടച്ചു. നടപടി ഹൈവിഷൻ വാർത്തയെ തുടർന്ന്. വാർത്തകൾ വിശദമായി. ചുഴലിക്കാറ്റും മഴയും. ഇരട്ടി മേഖലയിൽ 2 വീടുകൾ പൂർണ്ണമായും 8 വീടുകൾ ഭാഗികമായും തകർന്നു. വ്യാപക കൃഷിനാശം. കനത്ത മഴയിലും കാറ്റിലും ഇരട്ടി മേഖലയിൽ വ്യാപക നാശം. മേഖലയിൽ 2 വീടുകൾ പൂർണ്ണമായും 8 വീടുകൾ ഭാഗികമായും തകർന്നു. വ്യാപക കൃഷിനാശവും ഉണ്ടായി. മരം വീണും മറ്റും വൈദ്യുതി തൂണുകൾ വ്യാപകമായി തകർന്നതിനാൽ മേഖലയിൽ വൈദ്യുതി കേബിൾ ബന്ധങ്ങൾ നിലച്ചു. മാക്കൂട്ടം ചുരം റോഡിൽ ഉൾപ്പെടെ മലയോര മേഖലയിലെ പ്രധാന റോഡുകളിലെല്ലാം മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. തില്ലങ്കേരി മേഖലയിലാണ് കൂടുതൽ നാശനഷ്ടം. ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച പകലുമായാണ് ചുഴലിക്കാറ്റുണ്ടായത്. അയ്യങ്കുന്നിലെ ചരളിൽ കാറ്റിൽ 1200ഓളം വാഴ നിലംപൊത്തി. തില്ലങ്കേരി പുറകിലോട് അത്തിക്കൽ സതിയുടെ വീടിന് മുകളിൽ മരം വീണ് വീട് തകർന്നു. തില്ലങ്കേരി തെരുവിലെ ചേമ്പൻ ലക്ഷ്മിയുടെ വീടിന് സമീപത്തെ തേക്ക് മരം വീണ് ഭാഗികമായി തകർന്നു. മുണ്ടോം വയലിൽ ആയിഷയുടെ വീടിന്റെ സൺഷെയ്ഡ് മരം വീണ് തകർന്നു. ആലയാട് പൂന്തലോട്ടെ എൻ സരസ്വതി, എൻ ബിജു, കരിവള്ളിയിലെ അത്തിക്ക ദിവാകരൻ, നൂഞ്ഞിക്കര സജീന, കണ്ണിരിട്ടിയിലെ തച്ചോളി ജനാർദ്ദനൻ എന്നിവരുടെ വീടുകൾക്ക് മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു. ചാത്തോറയിൽ വൈദ്യുതി ലൈനിൽ മരം വീണ് 4 വൈദ്യുതി തൂണുകൾ തകർന്നു. കുണ്ടുതോട് റോഡിൽ മരം വീണ് വൈദ്യുതി ലൈൻ ഉൾപ്പെടെ തകർന്നു. KSEB അഗ്നിരക്ഷാ സേന ജീവനക്കാർ സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കി. ആലാച്ചി, ആനക്കുഴി, കണ്ണിരട്ടി, അരീച്ചാൽ ഭാഗങ്ങളിലും വൈദ്യുതി തൂണുകൾ തകർന്നു. ആലയാട് പൂന്തലോട്ട് പുള്ളിപ്പൊയിൽ, തില്ലങ്കേരി BEd കോളേജ് റോഡ്, വാഴക്കാൽ വേങ്ങരിച്ചാൽ റോഡ്, പെരിങ്ങാനം പേരാവൂർ റോഡ്, ആലാച്ചി റോഡ് എന്നിവിടങ്ങളിൽ മരം വീണു. വൈദ്യുതി തൂണുകളും തകർന്നു. ഗതാഗത തടസ്സവും ഉണ്ടായി. കാർക്കോട് തലച്ചങ്ങാട് റോഡിലും പെരിങ്ങാനം ബേക്കറിക്ക് സമീപവും മരം വീണ് വൈദ്യുതി തൂണുകൾ തകർന്നു. ചാതോറയിലെ നന്ദനന്റെ നേന്ത്രവാഴത്തോട്ടവും രാധാകൃഷ്ണന്റെ നിരവധി റബ്ബർ മരങ്ങളും നശിച്ചു. ഇരിട്ടി മീത്തലപ്പുന്നാട് നഗരസഭാ കൗൺസിലർ AK ഷൈജുവിന്റെ വീടിന് മുകളിലും മരം വീണു. വീടിന് സമീപത്തുള്ള 2 മരങ്ങളാണ് കടപുഴകി വീണത്. നാശം നേരിട്ട പ്രദേശങ്ങളിൽ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K വേലായുധൻ, തില്ലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീമതി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. നടുവനാട് വിളങ്ങോട്ടിഞ്ഞാലിൽ PV കുഞ്ഞിരാമന്റെ വീടിന് മുകളിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. മാടത്തിൽ ഒറ്റക്കൊമ്പൻ ചാലിൽ കൊച്ചുകുടിയാറ്റിൽ ബിജുവിന്റെ വീടിന്റെ 1ാം നില മരം വീണ് പൂർണ്ണമായും തകർന്നു. വാട്ടർ ടാങ്ക് തകരുകയും വീട്ടുചുമരിന് വിള്ളൽ സംഭവിക്കുകയും ചെയ്തു. അപകട സമയത്ത് വീട്ടിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മട്ടിണിയിലെ ടോണിയുടെ വീടിനും മരം വീണ് ഭാഗികമായി നാശനഷ്ടം നേരിട്ടു. ഇരട്ടി നേരമ്പോക്ക് റോഡിലെ റിട്ടയർഡ് അധ്യാപകൻ N രമേശന്റെ വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. ഇരട്ടി പ്രഗതി കോളേജിലെ കെട്ടിടത്തിന് മുകളിലേക്ക് മരം വീണ് നാശമുണ്ടായി. ഇരട്ടിയിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തി മരം മുറിച്ചു നീക്കി. ഇരട്ടി എടക്കാനം റോഡിൽ വള്ളിയാടിലും കീഴൂരിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പേരട്ട സെന്റ് ജോസഫ് സ്കൂളിന്റെ മേൽക്കൂര തകർന്നു. സീലിംഗ് അടർന്നു വീണു. മുഴക്കുന്ന് തളിപ്പോയിൽ സ്വദേശി T രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള വീടിന് മുകളിലും മരം കടപുഴകി വീണു. വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിൽ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടം. മരം പൊട്ടിവീണ നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഉണ്ടായ കാറ്റിൽ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടം. വീടിന് മുകളിൽ മരം പൊട്ടിവീണ നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. റോഡിലേക്ക് മരം പൊട്ടിവീണ ഗതാഗതവും തടസ്സപ്പെട്ടു. മേൽമുരിങ്ങോടിയിലെ നിരവധി വീടുകൾക്ക് മുകളിൽ മരം പൊട്ടിവീണ നാശനഷ്ടം സംഭവിച്ചു. മേൽമുരിങ്ങോടിയിലെ പാറശ്ശേരി തോമസ്, സുജേഷ് കൈമടയൻ, ഐസക്, ബാബു പുതുപ്പറമ്പിൽ എന്നിവരുടെ വീടിന് മുകളിൽ മരം വീണ നാശനഷ്ടം സംഭവിച്ചു. രാഘവൻ കരിമ്പിലേരിയുടെ വീടിന് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. മുരിങ്ങോടി മനോജ് റോഡിൽ ചമ്പളോൻ കൗസുവിന്റെ വീടിന് മുകളിൽ മരം വീണ വീടിന് നാശനഷ്ടം സംഭവിച്ചു. ബംഗ്ലക്കുന്ന് പെരിങ്ങാനം റോഡിൽ നിരവധി സ്ഥലങ്ങളിൽ മരം പൊട്ടിവീണ ഗതാഗത തടസ്സവും നേരിട്ടിരുന്നു. CPM പെരിങ്ങാനം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. MK സുരേന്ദ്രൻ, C ബിജു, EK സനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് മരം മുറിച്ചു നീക്കിയത്. പേരാവൂർ തെരുവിൽ തുന്നൻ സരസ്വതിയുടെ വീടിന് മുകളിലും മരം വീണു.
നാശനഷ്ടം സംഭവിച്ച പ്രദേശങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർ ടി രഘുലാഷ്, വില്ലേജ് ഓഫീസർ റോയ്, വില്ലേജ് അസിസ്റ്റന്റ് രഞ്ജൻ എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. കനത്ത കാറ്റിൽ കൊട്ടിയൂർ പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. വ്യാഴാഴ്ച രാത്രിയിലുണ്ടായ കാറ്റിലാണ് വ്യാപകമായി നാശനഷ്ടം ഉണ്ടായത്. വൈദ്യുതി, കേബിൾ, ഇന്റർനെറ്റ് ബന്ധം നിലച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് KCB കേബിൾ മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. വ്യാഴാഴ്ച രാത്രി 12:30 ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് കൊട്ടിയൂർ പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. തലക്കാണിയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട കാറിന് മുകളിൽ മരം വീണ് കാറ് തകർന്നു. പോടൂർ ബിനോയിയുടെ കാറാണ് തകർന്നത്. സമീപത്തെ മേക്കാട്ട് ബേബിയുടെ വീടിന് മുകളിൽ മരം വീണ് ആസ്പെറ്റോസ് ഷീറ്റ് തകർന്നു. വെങ്ങനോടിയിലുണ്ടായ കാറ്റിൽ റബ്ബർ, കശുമാവ്, തേക്ക് മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പാറേക്കുട്ടിയിൽ മനോജിന്റെ വീടിന് മുകളിൽ തേക്ക് മരം കടപുഴകി വീണ് ഷീറ്റ് തകർന്നു. മരം വീടിന് മുകളിൽ വീണതിനെ തുടർന്ന് പൊട്ടംകുളം ബിജുവിന്റെ വീടിന് വിള്ളൽ സംഭവിച്ചു. ഇതിന് സമീപത്തുള്ള 2 വീടുകൾക്ക് മുകളിലും മരം വീണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്ലാക്കൂട്ടത്തിൽ ബിജോയുടെ വീടിന് മുകളിലേക്ക് മരം പൊട്ടി വീണ് ഓട് തകർന്നു. ബിജോയുടെ റബ്ബർ, തേക്ക്, കശുമാവ് എന്നിവയും കാറ്റിൽ നശിച്ചു. നെല്ലിയോടിയിലെ പനച്ചിക്കൽ തോമസിന്റെ വീടിന് മുകളിൽ മരം കടപുഴകി വീണ് ആസ്പെറ്റോസ് ഷീറ്റും വീടിന്റെ കോൺക്രീറ്റും തകർന്നു. രാത്രി 12:30 കനത്ത കാറ്റ് വീശിയതെന്ന് തോമസിന്റെ ഭാര്യ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. രാത്രി 12:45 വെക്കുന്നൊരു ഒച്ചയാണ് കേട്ടത്. ഈ ഞടുക്ക പെരയിലേക്ക് ഇങ്ങനെ വീഴുന്ന ഒരു ഞടുക്കവും ഒരു ഒച്ചയും കേട്ടാൽ നേരത്തെ ഞങ്ങൾ ലൈറ്റിട്ട് വന്ന് നോക്കി. അന്നേരം ലൈറ്റിട്ട് വന്ന് നോക്കുമ്പോൾ ഉണ്ട്, ഇപ്പം കതവ് തുറന്നില്ല, ജനലിൽ കൂടെ എല്ലാം നോക്കുമ്പോൾ ഉണ്ട് പേരയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഒരു ഞടുക്കോ ഇതെല്ലാം കൂടെ. എന്നിട്ട് കതവ് തുറന്ന് നോക്കുമ്പോഴാണ് ഇതിങ്ങനെ മരം ഇങ്ങനെ വീണ് കിടക്കുന്നതായിട്ട് കണ്ടത്. മുഴുവൻ പോയല്ലേ? മുഴുവൻ പോയി. ഇത് എക്സ്ട്രാ ഷീറ്റ് ഇട്ടായിരുന്നു ഫ്രണ്ടിലേക്ക്? അതേ കൂട്ടി പെര കൂട്ടി ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. എന്തൊക്കെയാ ഇപ്പം സംഭവിച്ചത്? പെരയ്ക്ക് വാർക്കയ്ക്ക് വിള്ളലുണ്ട്. ഷീറ്റ് മുഴുവൻ ഫ്രണ്ടിലത്തെ ഷീറ്റ് മുഴുവൻ പോയി. പൂവത്തോലിയിൽ ശശീന്ദ്രന്റെ വീടിന് മുകളിൽ പ്ലാവ് പൊട്ടി വീണ് ഷീറ്റ് തകർന്നു. പോത്തനമല മാത്യുവിന്റെ റബ്ബർ മരങ്ങൾ കാറ്റിൽ നശിച്ചു. ഇവരെ കൂടാതെ കൊട്ടിയൂർ പഞ്ചായത്തിലെ നിരവധി പേരുടെ വീടുകൾക്ക് മുകളിൽ മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു. മരം പൊട്ടി വീണതിനെ തുടർന്ന് കൊട്ടിയൂർ പഞ്ചായത്തിൽ നിരവധി വൈദ്യുതി തൂണുകൾ തകർന്നിട്ടുണ്ട്. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വൈദ്യുതി, കേബിൾ ബന്ധം പൂർണ്ണമായും നിലച്ചു. മരങ്ങൾ വീണ് അപകടം സംഭവിച്ച അതാത് പ്രദേശങ്ങളിലെ നാട്ടുകാരും പഞ്ചായത്ത് ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും KSCBയും ചേർന്നാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത്. ഒരാഴ്ചക്കിടെ ഇത് 2ാമത്തെ തവണയാണ് കൊട്ടിയൂർ പ്രദേശത്ത് വ്യാപകമായി കാറ്റ് വീശി നാശനഷ്ടം സംഭവിക്കുന്നത്. നമുക്ക് കാര്യമായിട്ട് പോയിരിക്കുന്ന റബ്ബറ്, പിന്നെ തെങ്ങ് ഉണ്ടാവും, പിന്നെ കശുമാവ് പോയിട്ടില്ല. തെങ്ങും റബ്ബറുമാണ് പോയിരിക്കുന്നത്. വല്ലാത്ത ചുഴലിയായിരുന്നു അല്ലേ? ചുഴലി എന്ന് പറഞ്ഞാൽ നമ്മളിത് കണ്ടിട്ട് പോലും ഇല്ല. അതൊക്കെ ഇവിടെയുള്ള ഒരു അരപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ഇല്ല. അപ്പം അതിൻ്റെ ശക്തി എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ 12:30 ആകുമ്പോൾ കേൾക്കുമ്പോഴത്തേനും 12:45 ഏറെക്കുറെ പിന്നെ മഴ കുറേശ്ശെ പെയ്തത്. വേറെ ഒന്നും അറിയത്തില്ല. പിന്നെ കറണ്ട് ഇല്ലായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ ടോർച്ച് കൊണ്ട് ഇറങ്ങി മൊത്തം നോക്കി. എന്നാലും തൊഴുത്തിലൊക്കെ എന്നാലും ഉണ്ടായിരുന്നത് നമ്മൾ കൊണ്ടുവന്ന് ഇറക്കി ഡാബ് പുറത്തായിരുന്നു, അതിനെ ഇറക്കി അകത്ത് കെട്ടി. KSCBക്കും കേബിൾ മേഖലയ്ക്കും കനത്ത നാശനഷ്ടമാണ് കാറ്റിലൂടെ വിതച്ചത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. കനത്ത കാറ്റിൽ കേളകം മേഖലയിലും വൻ നാശനഷ്ടം. മരം വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് സ്ഥലങ്ങൾ സന്ദർശിച്ചു. കനത്ത കാറ്റിൽ കേളകം മേഖലയിലും വൻ നാശനഷ്ടം. നിരവധി വീടുകൾക്ക് മുകളിൽ മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു. ഇല്ലിമുക്കിലെ കല്ലുമ്മൽ ഭാസ്കറിന്റെ വീടിന് മുകളിൽ മരം വീണു. ഇല്ലിമുക്കിലെ കട്ടക്കയത്ത് മത്തായുടെ വീടിന് മുകളിലും മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു. അടക്കാത്തോട് ഹസൻ മാസ്റ്റർ KV പടി റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മോസ്കോയിൽ വരവുകാലായിൽ ജോണിയുടെ വീടിന് മുകളിലേക്ക് റബ്ബർ മരം പൊട്ടിവീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. കുണ്ടേരി മംഗലത്തിൽ സണ്ണിയുടെ വീടിന് മുകളിലേക്കും വിറകുപുരിയിലേക്കും മരം പൊട്ടിവീണ് നാശനഷ്ടമുണ്ടായി. കുണ്ടേരി വിലങ്ങുപാറയ്ക്ക് സമീപം വൈദ്യുതി തൂണിലേക്ക് മരം പൊട്ടിവീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. മോസ്കോയിൽ ചക്കുമുട്ടിൽ വത്സ്യയുടെ വീടിന് മുകളിലേക്ക് കശുമാവ് കടപുഴകി വീണു.
ഇല്ലിമുക്കിൽ തയ്യുള്ളതിൽ ഭാസ്കറിന്റെ വീടിന് മുകളിലേക്ക് മരം പൊട്ടി വീണ് കേടുപാടുകൾ സംഭവിച്ചു. അടക്കാത്തോട് അരുവിക്കര മുണ്ടപ്ലാക്കൽ ജിജിയുടെ വീടിന് മുകളിലും മരം വീണു. കനത്ത കാറ്റിൽ KSEBിക്കും കേബിൾ മേഖലയ്ക്കും കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. ശക്തമായ കാറ്റിൽ കണിച്ചാർ പഞ്ചായത്തിലെ 6-ാം വാർഡ് ചെങ്ങം നെല്ലിക്കുന്ന് മേഖലയിൽ വ്യാപക കൃഷിനാശം. നിരവധി കർഷകരുടെ റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നശിച്ചു. കൃഷിനാശമുണ്ടായ സ്ഥലങ്ങൾ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുധാകരൻ, കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡ് ചെങ്ങോം നെല്ലിക്കുന്ന് മേഖലകളിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വ്യാപകമായി കൃഷിനാശമുണ്ടായത്. നിരവധി കർഷകരുടെ റബ്ബർ, വാഴ, തെങ്ങ്, തേക്ക് തുടങ്ങിയവയാണ് നശിച്ചത്. കൃഷിനാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം V. ഗീത, കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ, കൃഷി ഓഫീസർ ബെഞ്ചി ഡാനിയൽ, കർഷക സംഘ നേതാക്കളായ VG പത്മനാഭൻ, MS വാസുദേവൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. കൃഷിനാശമുണ്ടായ കർഷകർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുധാകരനും കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യനും പറഞ്ഞു. ഏതാനും ദിവസങ്ങളായി പേരാവൂർ ബ്ലോക്ക് പരിധിയിലെ എല്ലാ പഞ്ചായത്ത് പ്രദേശങ്ങളിലും ശക്തമായിട്ടുള്ള കാറ്റടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ അർദ്ധരാത്രിയും അതിനുശേഷവുമായിട്ട് എല്ലാ മേഖലയിലും കാറ്റടിക്കുകയും ഒരുപാട് കൃഷി നാശമുണ്ടാകുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ കണിച്ചാർ പഞ്ചായത്തിലെ ചെങ്ങോം ഭാഗത്താണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ തന്നെ തേക്ക് മരങ്ങളും വീടിന് കേടുപാടും ഒക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് റബ്ബർ മരങ്ങളും ഇന്നലത്തെ കാറ്റിന് നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാലവർഷം ശക്തമാവുകയും അതിനെ തുടർന്നുള്ള ഈ അതിശക്തമായിട്ടുള്ള കാറ്റ് കൃഷിക്കാരെ സംബന്ധിച്ചും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ വലിയ പ്രയാസം ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെയുണ്ട്, അതുപോലെ തന്നെ കർഷക സംഘത്തിൻ്റെ ഒക്കെ നേതാക്കൾ ഇവിടെയുണ്ട്, കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, ജില്ലാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഒക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഒരുപാട് പ്രദേശങ്ങളിൽ ഇന്നലത്തെ കാറ്റ് മിക്കവാറും എല്ലാ പഞ്ചായത്തിലെയും പല പ്രദേശങ്ങളിലും കാറ്റിൻ്റെ ഭാഗമായിട്ട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നാശനഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് റവന്യൂവും കൃഷി വകുപ്പും എല്ലാം ഇടപെടുന്നുണ്ട്. അതിൻ്റെ അപേക്ഷയൊക്കെ തന്നെ സമയബന്ധിതമായിട്ട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനവും ഉണ്ടാക്കി നാശനഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന ധനസഹായങ്ങൾ വാങ്ങിച്ചെടുക്കാൻ ആവശ്യമായിട്ട് ഇടപെടലാണ് കൃഷി വകുപ്പും റവന്യൂ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും എല്ലാം ചേർന്ന് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. എല്ലാം ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഈ കാറ്റുണ്ടായത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭീകരാവസ്ഥ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ നേരം വെളുത്തപ്പോഴാണ് ഇതിൻ്റെ ഭീകരാവസ്ഥ ആളുകൾക്ക് മനസ്സിലായത്. ധാരാളം മരങ്ങളാണ് പൊട്ടി വീണിട്ടുള്ളത്. ഈ പഞ്ചായത്തിലെ തന്നെ പല പ്രദേശങ്ങളിലും വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചെങ്ങോത്തെ നെല്ലിക്കുന്ന് പ്രദേശമാണ്. ഈ നെല്ലിക്കുന്നിൽ തന്നെ ഇവിടെ നിരപ്പേ സന്തോഷിൻ്റെ പുരയിടത്തിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ പിന്നെ റബ്ബർ മരങ്ങളും അതുപോലെ തന്നെ തേക്കും പിന്നെ മറ്റ് ആദായങ്ങളെല്ലാം പൂർണ്ണമായും നശിച്ച സ്ഥിതിയിലാണുള്ളത്. ഈ കാറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് തന്നെ കൃഷി ഓഫീസർ അടക്കമുള്ള ആളുകൾ ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ പഞ്ചായത്തിലെ എഞ്ചിനീയർ വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തിച്ചേരും. അപ്പോൾ ഇതിൻ്റെ മറ്റ് വാല്യുവേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ എടുക്കുന്ന കാര്യത്തിലുള്ള തീരുമാനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിന് കർഷകരോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിരപ്പേ സന്തോഷം, അതുപോലെ തന്നെ പിന്നെ കൊളിച്ചിത്തറ അനീഷ്, അതുപോലെ ജോൺസൺ, ഇവിടെ കാക്കരമറ്റത്തിലെ കുഞ്ഞാട്ടൻ, അതുപോലെ ഐക്കുളമ്പി ജോളിച്ചേട്ടൻ, ഈ പറയുന്ന ആളുകളുടെ എല്ലാം വ്യാപകമായി ഓരോരുത്തരും ധാരാളം ആളുകളുടെ അങ്ങനെയുള്ള കർഷകരുടെ എല്ലാം കൃഷിയാണ് നശിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും സർക്കാരിൻ്റെ അടുത്ത് നിന്ന് അനുഭവമായ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള മറ്റു കാര്യങ്ങൾ ഞങ്ങൾ ക്രമീകരിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. മരങ്ങൾ കടപുഴകി വീണ് വീട് തകർന്നു. കണിച്ചാർ പഞ്ചായത്തിലെ 13-ാം വാർഡ് ആറ്റാംചേരിയിലെ തെക്കേ പുത്തൻപുരയ്ക്കൽ ജോസഫിന്റെ വീടാണ് മരങ്ങൾ കടപുഴകി വീണ് തകർന്നത്. മരങ്ങൾ കടപുഴകി വീണ് വീട് തകർന്നു. കണിച്ചാർ പഞ്ചായത്തിലെ 13-ാം വാർഡ് ആറ്റാഞ്ചേരിയിലെ തെക്കേ പുത്തൻപുരയ്ക്കൽ ജോസഫിന്റെ വീടാണ് മരങ്ങൾ കടപുഴകി വീണ് തകർന്നത്. മരങ്ങൾ കടപുഴകി വീണ് വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. വാട്ടർ ടാങ്ക് നശിച്ചു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചു നീക്കി. പഞ്ചായത്ത് വില്ലേജ് അധികൃതരും കർഷക സംഘ നേതാക്കളും സ്ഥലം സന്ദർശിച്ചു. കാറ്റും അതുപോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ അർദ്ധരാത്രി കണിച്ചാർ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാർഷിക വിളകൾക്കും അതുപോലെ തന്നെ വൃക്ഷലതാദികളുമൊക്കെ വലിയ രീതിയിൽ തകർന്നു പോകുന്ന നില ഉണ്ടായിട്ടുണ്ട്. നെല്ലിക്കുന്ന്, ചെങ്ങോം, അതുപോലെ തന്നെ മാവടി, ആറ്റാഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതലായി ഉണ്ടായത്. ഇവിടെ തെക്കേപ്പുരയ്ക്കൽ
തെക്കേ പുത്തമ്പലയിൽ ജോസഫ് എന്നയാളുടെ വീടിൻ്റെ മുകളിലേക്ക് ഒരു വലിയ മരമാണ് മറിഞ്ഞു വീണത്. അവരുടെ കുടിവെള്ള ടാങ്കും മറ്റ് സംവിധാനങ്ങളുമൊക്കെ തകർന്നു. സൺഷെയ്ഡിനും വീടിൻ്റെ കുറേ ഭാഗങ്ങൾക്കും കേടുപറ്റിയിട്ടുണ്ട്. വാർക്ക വീടായതുകൊണ്ട് മാത്രമാണ് അർദ്ധരാത്രി ഉണ്ടായ ഈ വലിയ കാറ്റിൽ ആ വീട്ടുകാർ രക്ഷപ്പെട്ടത്. വീട് തകരാതെ രക്ഷപ്പെട്ടത് അതുകൊണ്ട് മാത്രമാണ്. ഏതായാലും ഇതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ അതിൻ്റെ കണക്കെടുപ്പ് നടന്നു വരുന്നുണ്ട്. കൃത്യമായ നാശനഷ്ടങ്ങൾ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹൈവിഷൻ ന്യൂസ്, കേളകം. പേരാവൂർ വെള്ളർവള്ളി സ്കൂളിന് സമീപം മരം കടപുഴകി വീണ് വൈദ്യുത തൂണുകൾ തകർന്നു. വൈദ്യുത കമ്പികൾ റോഡിന് കുറുകെ കിടന്നതിനാൽ ഈ റോഡിൽ മണിക്കൂറുകളോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെയോടെയുണ്ടായ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് വെള്ളർവള്ളി മേഖലയിൽ വ്യാപക നാശനഷ്ടം. വെള്ളർവള്ളി സ്കൂളിന് സമീപത്തെ റോഡരികിലെ മരം കടപുഴകി വീണ് വൈദ്യുത തൂണുകൾ തകർന്നു. വൈദ്യുത കമ്പിവേലികൾ റോഡിന് കുറുകെ കിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മേഖലയിൽ കേബിൾ ഇന്റർനെറ്റ് ബന്ധവും താറുമാറായി. പേരാവൂർ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി. വൈദ്യുത കമ്പിവേലികൾ മാറ്റാത്തതിനാൽ മണിക്കൂറുകളോളമാണ് വലിയ വാഹന ഗതാഗതം തടസ്സപ്പെട്ടത്. KCB ജീവനക്കാരെത്തി വൈദ്യുത കമ്പിവേലികൾ അഴിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കണിച്ചാർ പഞ്ചായത്തിലെ നെല്ലിക്കുന്ന് കുടുംബക്ഷേമ ഉപകേന്ദ്രം മരങ്ങൾ കടപുഴകി വീണ് ഭാഗികമായി തകർന്നു. പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. വ്യാഴാഴ്ച രാത്രിയോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മരങ്ങൾ കടപുഴകി വീണ് കണിച്ചാർ പഞ്ചായത്തിലെ നെല്ലിക്കുന്ന് കുടുംബക്ഷേമ ഉപകേന്ദ്രം ഭാഗികമായി തകർന്നത്. തകർച്ചാ ഭീഷണി നേരിടുന്ന കെട്ടിടത്തിന് മുകളിലാണ് സമീപത്തെ മരങ്ങൾ കടപുഴകി വീണത്. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ, കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് അംഗം വിജി അബ്രഹാം, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അക്ഷിത ഫ്രാൻസിസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തി. ായി എത്തുന്ന ആളുകളാണ്. അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായതുകൊണ്ട് ഇവിടെ ഇന്നലെ ഉണ്ടായ രാത്രിയിലുണ്ടായ കാറ്റിലാണ് ഈ മരങ്ങളെല്ലാം പൊട്ടി വീണിട്ടുള്ളത്. ഇപ്പം തന്നെ നാളെ തന്നെ അതെല്ലാം കാര്യങ്ങളെല്ലാം മുറിച്ചു മാറ്റി അതെല്ലാം ക്രമീകരിക്കും. ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ചില റബ്ബർ മരങ്ങളും മറ്റ് മരങ്ങളും ഉണ്ട്. മറ്റ് ഉടമസ്ഥരെയാണ്, അവരോട് ഇത് മുറിച്ചു മാറ്റാൻ നാളെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഈ മരങ്ങൾ സംബന്ധിച്ചുള്ള ഭീഷണികൾ ഒഴിവാക്കും. അതോടൊപ്പം തന്നെ ഈ കെട്ടിടം പഴയ കെട്ടിടമാണ്. ഇത് ഇപ്പോൾ വെൽനസ് സെൻ്ററായി ഉയർത്തുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് 7 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അനുവദിച്ച 7 ലക്ഷം രൂപ കൊണ്ട് ഇതിൻ്റെ പൂർണ്ണമായി ഇത് നല്ല രീതിയിൽ ക്രമീകരിച്ച് നല്ലൊരു സ്ഥാപനമാക്കി മാറ്റുമെന്നുള്ളതാണ് പറയാനുള്ളത്. നമസ്കാരം, ഞാൻ ഡോക്ടർ അക്ഷിത ഫ്രാൻസിസ്, മെഡിക്കൽ ഓഫീസർ ഇൻചാർജാണ് PHC കണിച്ചാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ. നമ്മുടെ കീഴിൽ വരുന്ന നെല്ലിക്കുന്ന് സബ് സെൻറ്ററിൽ ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും 2-3 മരങ്ങൾ സബ് സെൻറ്ററിന് മുകളിലേക്ക് വീണിരുന്നു. അത് വിലയിരുത്താനും സാഹചര്യം നോക്കുവാനും വേണ്ടി ഞങ്ങൾ PHC കൊളക്കാടിൽ നിന്നും അതുപോലെ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ നിന്നുള്ള ടീം വന്നിരുന്നു. സബ് സെൻറ്ററിൻ്റെ മറ്റ് അപാകതകളും വിലയിരുത്തി എത്രയും പെട്ടെന്ന് തന്നെ ഈ സബ് സെൻറ്റർ റിനോവേറ്റ് ചെയ്യുന്നതിനും ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുമുള്ള റിക്വസ്റ്റ് പഞ്ചായത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. എത്രയും വേഗം അതിനുള്ള നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എടുത്തു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹൈവിഷൻ ന്യൂസ്, കേളകം. റോഡരികിലെ കൂറ്റൻ മരം കടപുഴകി വീണു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. പേരാവൂർ നെടുമ്പോയിൽ റോഡിൽ പേരാവൂർ മലബാർ BEd കോളേജ് റോഡിലെ കൂറ്റൻ മരമാണ് നിലം പൊത്തിയത്. പേരാവൂർ നെടുമ്പോയിൽ റോഡിൽ കോടഞ്ചാലിൽ മലബാർ BEd കോളേജ് റോഡിന് സമീപത്തെ കൂറ്റൻ മരമാണ് വ്യാഴാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ നിലംപൊത്തിയത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ മരം കടപുഴകി വീണത് രാത്രിയായതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടുവെങ്കിലും പേരാവൂർ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പ്രദേശത്തെ 5 വൈദ്യുത തൂണുകളും കേബിൾ നെറ്റ്വർക്കും ഇന്റർനെറ്റും തകരാറിലായി. മഴ ശക്തമാകുന്നതോടെ ഏത് നിമിഷവും കടപുഴകി വീഴാവുന്ന അവസ്ഥയിലാണ് ഈ റോഡരികിലെ പല മരങ്ങളും. അപകട ഭീഷണി ഉയർത്തുന്ന ഇത്തരം മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഉൾപ്പെടെ നിരവധി തവണ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. പേരാവൂർ തിരുവോണപ്പുറം തുണ്ടി റോഡിൽ മരത്തിന്റെ ശിഖരം പൊട്ടിവീണ് ഗതാഗതം തടസ്സപ്പെട്ടു.
പേരാവൂർ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. റോഡിലെ കുഴി അടച്ചു. ഇരട്ടി പേരാവൂർ റോഡിലെ കുഴിയാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അടച്ചത്. നടപടി ഹൈവിഷൻ വാർത്തയെ തുടർന്ന്. മഴക്കാലം ആരംഭിക്കുമ്പോൾ തന്നെ ഇരിട്ടി പേരാവൂർ റോഡിൽ പലയിടങ്ങളിലായി ചതിക്കുഴികൾ രൂപപ്പെട്ടിരുന്നു. ഇത് വാഹനയാത്രക്കാർക്ക് ഏറെ ഭീഷണി തീർത്തിരുന്നു. ഇരുചക്ര വാഹനയാത്രക്കാർ കുഴിയിൽ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവ് കാഴ്ചയായിരുന്നു. രാത്രിയിൽ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുഷ്കരമായിരുന്നു. ഈ മഴക്കാലത്ത് ഇതുവഴി പോകുമ്പോൾ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ കുഴിയിൽ വീണ് നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യവുമുണ്ടായിരുന്നു. ഇതേക്കുറിച്ചാണ് ഹൈവിഷൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ വ്യാഴാഴ്ച രാവിലെ തന്നെ റോഡിലെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന കുഴികളിൽ ക്വാറി ഉൽപ്പന്നങ്ങളിട്ട് താൽക്കാലികമായി അടയ്ക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഇരട്ടി ടൗണിലെ കൊതുക് വളർത്തു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇരട്ടി മൃഗാശുപത്രിയുടെ പഴയ കെട്ടിടങ്ങളും പരിസരവും. നാടുനീളെ ബോധവൽക്കരണം നടത്തുന്ന ആരോഗ്യ പ്രവർത്തകർ ഇതുകൂടി ഒന്ന് കാണുക. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇരട്ടി ടൗണിൻ്റെ ഹൃദയഭാഗത്താണ്. ഇരട്ടി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ്. ഇരട്ടി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തായി ഒരു മൃഗാശുപത്രിയുണ്ട്. നമ്മുടെ മലയോര മേഖലയിലെ നിരവധി ആളുകൾ അവരുടെ വളർത്തു മൃഗങ്ങളെയും ഉൾപ്പെടെ പരിപാലനവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾക്കും ഇവിടെ എത്തുന്ന ഒരു മൃഗാശുപത്രിയാണ്. ആ മൃഗാശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പ്രേക്ഷകർക്ക് കാണാം, ഈ ഒരു ദൃശ്യം ഇതിൻ്റെ പഴയ ഒരു കെട്ടിടമാണ്, പഴയ മൃഗാശുപത്രിയുടെ കെട്ടിടമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇത് പൊളിക്കാൻ ആയിട്ട് തന്നെ 9 വർഷം കഴിഞ്ഞു. ഇത് പൊളിക്കാൻ തന്നെ ടെൻഡർ നൽകിയതായും അതുപോലെ അനുമതിയൊക്കെ ആയെങ്കിലും പക്ഷേ ഇപ്പോഴും ഈ ഒരു കെട്ടിടം ഇതുപോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കെട്ടിടത്തിന് ഉള്ളിലാണ് ചെളിയും അതുപോലെ തന്നെ മലിനജലം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് മഴക്കാലം ആരംഭിച്ചത് മുതൽ തന്നെയാണ് ഇതിൻ്റെ കാഴ്ച ഇങ്ങനെ. ഇതിൻ്റെ അകത്ത് കൊതുകുകൾ ഉൾപ്പെടെ വളരുന്ന ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ ആരോഗ്യ വിഭാഗം അധികൃതർ ഉൾപ്പെടെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, വീടും പരിസരവും ഉൾപ്പെടെ ശുചീകരിക്കണം, അതുപോലെ തന്നെ പൊതു ഇടങ്ങളൊക്കെ ശുചീകരിക്കണം എന്ന് പറയുമ്പോൾ ഈ വഴി തന്നെ പ്രേക്ഷകർക്ക് നോക്കിയാൽ കാണാൻ ഇവിടെയൊക്കെ മലിനമായി കിടക്കുന്ന ഒരവസ്ഥയാണ്. ഒരു മഴ പെയ്താൽ തന്നെ ഇവിടെ മുട്ടോളം വെള്ളത്തിലൂടെ വേണം ഇവിടെയുള്ള ജീവനക്കാർക്ക് ഇവിടെ എത്തിച്ചേരാൻ എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. ഇതിനുള്ളിൽ തന്നെ അതായത് ഈ മൃഗാശുപത്രിയിൽ ജീവനക്കാരായി ഏകദേശം 12ഓളം ജീവനക്കാരുണ്ട്. അതിൽ ഡോക്ടറുണ്ട്, മറ്റ് ജീവനക്കാരൊക്കെ ഒക്കെയുണ്ട്. ഇത് കാണാം, ഇത് തൊട്ടടുത്ത് തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, ഈ ദൃശ്യത്തിൽ തന്നെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു കെട്ടിടമാണ്. ഈ കെട്ടിടത്തിൻ്റെ പുറകുവശത്തായും വെള്ളക്കെട്ടുണ്ട്. ഇത് ഇരട്ടി ടൗണിലെ ഓടയിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള മലിനജലമാണ് ഇവിടേക്ക് ഒഴുകി വരുന്നത്. ഇതും ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടന്ന് കൊതുകുകൾ ഉൾപ്പെടെ വളരാനുള്ള കാരണമാകുന്നു. ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു കെട്ടിടം പഴയ ക്വാർട്ടേഴ്സാണ്. മൃഗാശുപത്രിയിൽ ഉൾപ്പെടെയുള്ളവർക്ക് താമസിക്കുവാനുള്ള പഴയ ക്വാർട്ടേഴ്സാണ്. ഇതും അപകടാവസ്ഥയിലായി നിൽക്കുകയാണ്. ഇതിൻ്റെ പരിസരങ്ങളിലും മലിനജലം കെട്ടിക്കിടന്ന് കൊതുകുകൾ ഉൾപ്പെടെ വളരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു ബിൽഡിങ്ങിൽ, അതായത് തൊട്ടിപ്പുറം തന്നെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ മൃഗാശുപത്രി പ്രവർത്തിക്കുന്നത്. ഇതിനുള്ളിൽ രാത്രിയും പകലുമായി ജോലിക്കാരുണ്ട്, അതായത് ഇവിടെയുള്ള ജീവനക്കാരുണ്ട്. ഇവിടെ നിന്നും ഞങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കൊതുക് ഉൾപ്പെടെ രാത്രി ഒരു കൊതുകിൻ്റെ ശല്യം ഉൾപ്പെടെയുണ്ട്. അതുപോലെ തന്നെ പല രോഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ കിടന്നാൽ ഉണ്ടാകും എന്നാണ്. ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇരട്ടി ടൗണിൽ, അതായത് ഇരട്ടിയുടെ ഹൃദയഭാഗത്തുള്ള ഈ ഒരു മൃഗാശുപത്രിയിൽ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്.
ഈ ഒരു മഴക്കാലത്ത് പല സാംക്രമിക രോഗങ്ങളും പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇരിട്ടി ടൗണിൽ, പ്രത്യേകിച്ച് ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി എത്തുന്ന ഇരിട്ടി ടൗണിൽ ഇതുപോലെ ഇരിട്ടി ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഈ ഒരു മൃഗാശുപത്രിയുടെ ഈ ശോചനീയമായ അവസ്ഥ, ഒരുപക്ഷെ ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളമെങ്കിലും താൽക്കാലികമായി ഒഴുകിക്കളയാനുള്ള സംവിധാനവും അതുപോലെ തന്നെ അപകടഭീഷണിയിലായ 2 കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുവാനുള്ള നടപടിയും ബന്ധപ്പെട്ട അധികൃതർ എടുക്കണം. പ്രത്യേകിച്ച് നഗരസഭയാണ് ഇതിന് വേണ്ട നടപടികൾ എടുക്കേണ്ടത്. നഗരസഭയുടെ ഹൃദയഭാഗത്തുള്ള ഇരിട്ടി ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു മലിനീകരണമായ നിലയിൽ ഇരിട്ടി മൃഗാശുപത്രിയുടെ പരിസരങ്ങളുള്ളത്. ഇരിട്ടിയിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ CPIM-ന്റെ നേതൃത്വത്തിൽ കേളകത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ പ്രകടനത്തിന് KP ഷാജി, CT അനീഷ്, KP ബിജു, PG സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി തില്ലങ്കേരി യൂണിറ്റ് ഓഫീസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തില്ലങ്കേരി യൂണിറ്റ് ഓഫീസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. ആദ്യകാലത്തുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഏറെ വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തമായി തില്ലങ്കരിയുടെ വിരിമാറിൽ തന്നെ സ്ഥലം വാങ്ങാൻ സാധിച്ചു. അവിടെ വ്യാപാര ഭവൻ ഉയർത്തുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടി കെട്ടിട നിർമ്മാണം തുടങ്ങുകയും ഒരു നില പൂർത്തീകരിക്കുകയും അത് പിന്നെ സാമ്പത്തിക വരുമാനവും സൗകര്യവും മനസ്സിലാക്കി വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്ത് ഇപ്പം വാടകയും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പിന്നീടുണ്ടായ സംഘടനാ പ്രവർത്തനത്തിലുണ്ടായ ചില മാന്ദ്യങ്ങളും ചില പ്രശ്നങ്ങളും നാട്ടിൽ പൊതുവെ ഉയർന്നു വന്ന സാമ്പത്തിക പ്രയാസവും പ്രതിസന്ധി കാരണം യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് സുധാകരൻ, KK രാമചന്ദ്രൻ, എസ് ബഷീർ, KT ടോമി, M രാമചന്ദ്രൻ, മനോജ് താഴേപ്പുര, P പുരുഷോത്തമൻ, K മുഹമ്മദ്, PK സന്തോഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗമായുള്ള പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ ഒളിമ്പിക്സ് റൺ ജിമ്മി ജോർജ് അക്കാദമിയിൽ പേരാവൂർ സബ് ഇൻസ്പെക്ടർ ജാൻസി മാത്യുവും ആർച്ച് പ്രീസ്റ്റ് ഫാദർ മാത്യു തെക്കേമുറിയും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗമായുള്ള പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ ഒളിമ്പിക് റൺ പേരാവൂർ ജിമ്മി ജോർജ് അക്കാദമിയിൽ പേരാവൂർ സബ് ഇൻസ്പെക്ടർ ജാൻസി മാത്യുവും പേരാവൂർ സെന്റ് ജോസഫ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ആർച്ച് പ്രീസ്റ്റ് ഫാദർ മാത്യു തെക്കേമുറിയും ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതിലേക്ക് കണ്ണുകൾ നോക്കി ഇരിക്കുക എന്ന് പറയുന്നത് അത് സ്പോർട്സിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് ആവേശത്തോടെ പ്രതീക്ഷയോടും കൂടി. അപ്പോൾ നിങ്ങളുടെ ഈ ഓട്ടത്തിലും ഞങ്ങൾക്കെല്ലാം വലിയ ആവേശവും പ്രതീക്ഷയുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ടൗണിൻ്റെ നടുക്ക് നിങ്ങൾ എത്ര അച്ചടക്കത്തോടുകൂടെ നിൽക്കുന്നത്, അത് ഈ സ്പോർട്സിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഒരു നന്മയാണ്. അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ജീവിതം മുഴുവന് ഇതുപോലെയുള്ള വിജയം നേടാനും അച്ചടക്കത്തോടെ ജീവിക്കുവാനും. പിന്നെ നമുക്കറിയാം ഈ ഓട്ടത്തിൽ പാരീസ് ഒളിമ്പിക്സിന് നമുക്ക് എന്ത് കൊടുക്കാൻ ചോദിക്കുമെന്ന് ചോദിച്ചാൽ ഈ ലോകം മുഴുവനോട് നമ്മൾ വിളിച്ചു പറയുവാനായിട്ട് സാധിക്കും. അവിടെ പങ്കെടുക്കുന്ന മുഴുവൻ കായിക താരങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ട് എന്നുള്ള വലിയൊരു സന്ദേശം. അപ്പോൾ ഇപ്രകാരം ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടക സമിതിയോട് ഞാൻ അങ്ങേയറ്റം ആദരവും സ്നേഹവും ബഹുമാനവും എൻ്റെ അഭിനന്ദനവും ഈ നാടിൻ്റെ അഭിനന്ദനവും സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന കൊച്ചുകുട്ടികളടക്കം സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ടവരുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞാനിപ്പോൾ അച്ഛനോട് പറഞ്ഞോളൂ, എനിക്കും താല്പര്യമായിരുന്നു അവരുടെ കൂടെ അഡ്രസ് ഇട്ട് നിന്ന് ഓടുന്നതെന്ന്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു കൂട്ടായ്മയാണ് കാണുന്നത്. വിവിധ സംഘടനയിൽപ്പെട്ടവരും വിവിധ വിവിധ വകുപ്പുകളിൽപ്പെട്ടവരും എല്ലാവരും കൂടിയുള്ള ഈ സംയുക്തമായ ഈ ഓട്ടം. അപ്പോൾ എല്ലാവർക്കും സമയം കറക്റ്റ് 5 മണിയായി. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവരും ഫിനിഷിംഗ് പോയിന്റിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ സ്പോർട്സ് ഫൗണ്ടേഷൻ നടത്തുന്ന 4 കിലോമീറ്റർ ഒളിമ്പിക് സ്പിരിറ്റ് റൺ കടന്നു വരികയാണ്. ഈ ഒളിമ്പിക് സ്പിരിറ്റ് റണ്ണിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളെ അനുഗ്രഹിക്കും, ആശീർവദിക്കും. നാളെ പാരീസിൽ അക്കാദമിയിൽ നിന്ന് ആരംഭിച്ച് ചെവിടിക്കുന്ന്, പേരാവൂർ ടൗൺ, കുനുത്തലമുക്ക്, മുള്ളേരിക്കൽ, ഫയർ സ്റ്റേഷൻ റോഡ് വഴി ജിമ്മി ജോർജ് അക്കാദമിയിൽ അവസാനിച്ചു. നാളെ പാരീസിൽ ലോക കായിക
Yes, excellent. Yes, ഒരു കൊച്ചുകുട്ടി ഓടി ഫിനിഷ് ചെയ്തു മോനെ, ഓടി ഫിനിഷ് ചെയ്ത ചേട്ടന്മാരെയൊക്കെ അവനെ ഫിനിഷ് ചെയ്യാൻ അനുവദിക്കുക. വിവിധ സംഘടനകളുടെയും സ്കൂളുകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്ത ഒളിമ്പിക് റൺ 2024 ആദ്യം ഫിനിഷ് ചെയ്ത 10 പുരുഷന്മാർക്കും 10 വനിതാ കായിക താരങ്ങൾക്കും പ്രൈസ് മണിയും വിതരണം ചെയ്തു. PSF ജനറൽ സെക്രട്ടറി MC കുട്ടിയച്ചൻ, വൈസ് പ്രസിഡന്റ് ഡെന്നീസ് ജോസഫ്, ജോയിന്റ് സെക്രട്ടറി K അനൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുരുഷ വിഭാഗത്തിൽ K അതുൽ, P മൃദുൽ, അഭിനവ് സന്തോഷ്, CP ശ്രീനന്ദ്, K അഭിജിത്ത്, P നിവേദ്, മുഹമ്മദ് ഷിജാസ്, അഭിഷേക് PC, ദേവനന്ദ് PK, MJ ഗോകുൽ എന്നിവർ 1 മുതൽ 10 സ്ഥാനങ്ങൾ വരെ നേടി. വനിതാ വിഭാഗത്തിൽ നമിത മനോജ്, ശിഖ പ്രസാദ്, ഷൽഘാദേവി, സൽവിയ തെരേസ സാബു, ലിയോണ രവീന്ദ്രൻ, ദേവപ്രിയ M റിയ, ആവണി ബിജു, ഏഞ്ചൽ തെരേസ ജേക്കബ്, അഭിനന്ദ സുധീഷ് തുടങ്ങിയവർ 1 മുതൽ 10 വരെ സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഒളിമ്പിക് റൺ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. റോയൽ ടെക് ടെക്സ്ചർ പെയിന്റിംഗിന്റെ കേരളത്തിലെ ഏറ്റവും മികച്ച ഡീലർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇരട്ടി ഗ്ലാസ് ഹൗസിനുള്ള പുരസ്കാര സമർപ്പണവും അവാർഡ് നൈറ്റും ഇരട്ടി ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രമുഖ പെയിന്റ് കമ്പനിയായ റോയൽ ടെക് ടെക്സ്ചർ പെയിന്റിന്റെ കേരളത്തിലെ ഏറ്റവും മികച്ച ഡീലറായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ഇരട്ടി ഗ്ലാസ് ഹൗസിനുള്ള പുരസ്കാര സമർപ്പണവും അവാർഡ് നൈറ്റുമാണ് ഇരട്ടി M2H ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. റോയൽ ടെക് MD MK നാസർ, ഗ്ലാസ് ഹൗസ് MD KP ഷമീറിന് പുരസ്കാരം കൈമാറി. പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രജനി അധ്യക്ഷത വഹിച്ചു. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച കോൺട്രാക്ടർമാരുടെ മക്കളെയും മറ്റ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു. KK ശിവദാസൻ, രഘു ഉളിയിൽ, രാജൻ ഇരട്ടി, മനോജ് അത്തിത്തട്ട്, ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു ദേശീയപാതത്തിൽ പോലും കാണാൻ കഴിയാത്ത ഇത്രയും നല്ല സൗമനസ്യനായ ഷമീറിന് ഇതിൻ്റെ അപ്പുറം ചെയ്യാൻ കഴിയും. നമ്മളെല്ലാം ആ സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വന്തം ഏട്ടനോട് എങ്ങനെ പെരുമാറുന്നു അതിലുപരി നമ്മളോടെല്ലാം പെരുമാറുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ അതിശയം വരും. ഒരു വലിയൊരു സ്ഥാപനത്തിൻ്റെ വിദ്യയാണ്. നമ്മളെല്ലായിടത്തും കസ്റ്റമറാണ്, പെയിന്റേഴ്സാണ്, അതിൻ്റെ കോൺട്രാക്ടേഴ്സാണ്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഷേൺസ്റ്റാഡ് വൈദിക സമൂഹത്തിന്റെ നേതൃത്വത്തിൽ തൊണ്ടിയിൽ പ്രവർത്തിക്കുന്ന ജർമ്മൻ ഭാഷാ പഠന കേന്ദ്രമായ ഷേൺസ്റ്റാഡ് ലാംഗ്വേജ് അക്കാദമിയിൽ ജർമ്മൻ B2 പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. ഫാദർ മാത്യു തെക്കേമുറി ഉദ്ഘാടനം ചെയ്തു. ഷേൺസ്റ്റാഡ് വൈദിക സമൂഹത്തിന്റെ നേതൃത്വത്തിൽ തുണ്ടിയിൽ പ്രവർത്തിക്കുന്ന ജർമ്മൻ ഭാഷാ പഠന കേന്ദ്രമായ ഷേൺസ്റ്റാഡ് ലാംഗ്വേജ് അക്കാദമിയിൽ 2023-24 വർഷത്തെ ജർമ്മൻ B2 പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പേരാവൂർ സെന്റ് ജോസഫ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയ വികാരി ഫാദർ മാത്യു തെക്കേമുറി ഉദ്ഘാടനം ചെയ്തു. അധ്വാനിക്കുന്ന ഒരുവരും ജീവിതത്തിൽ നിരാശപ്പെടേണ്ട വരികയില്ല. ഇന്നല്ലെങ്കിൽ നാളെ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ദൈവം ഈശ്വരൻ ഗ്യാരണ്ടി നൽകിയിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞ് അധ്വാനിച്ചാൽ നിനക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാൻ കൽപ്പിച്ച ദൈവം നമ്പുരാൻ. അത് നെറ്റിയിലെ വിയർപ്പ് എന്ന് പറയുന്നത് പല രീതിയിലാകാം. മാനസികമായിട്ടുള്ളതും ഭൗതികമായിട്ടുള്ളതും ആത്മീയമായിട്ടുള്ളതും കായികമായിട്ടുള്ള അധ്വാനമൊക്കെ ആകാം. ഏതും ആകട്ടെ, നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണോ? റെഡി. ഇനി ജർമ്മൻ പാസ്സായെന്ന് ഓർത്തോണ്ട് ഇനി നിങ്ങൾക്ക് ശമ്പളം വീട്ടിലേക്ക് വരില്ല, ഇനിയും പോകണം. ഒരുപക്ഷെ ജർമ്മനിയിൽ പോയി ജോലി ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ഇവിടുത്തെ ജോലി ചെയ്യുന്നവരും ചെയ്താൽ പോലെ കഠിനമായി ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള, അത് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചത്, ഒരു സംസ്കാരം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധ്യമാകട്ടെ. അതിന് എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങളെക്കുറിച്ച് സഭയും സമൂഹവും ഞങ്ങളെല്ലാവരും വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഷേൺസ്റ്റാഡ് വൈദിക സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ ഫാദർ പോൾ പനങ്കുളം അധ്യക്ഷത വഹിച്ചു. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാൽ,
സഹകരണ ബാങ്ക് പ്രസിഡന്റ് സണ്ണി പൊട്ടിക്കൽ, വാർഡ് മെമ്പർ വി ബാബു, ബിജു കദളിക്കാട്ടിൽ, നിയ, ആൽബിയ ജോബി, ആൻമരിയ മാത്യു, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ക്രിസ്റ്റോ കാരക്കാട്ട്, ഫാദർ ബിജോയ് കൊട്ടേക്കുടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഒരുപാട് പഠിച്ച് വന്നതിന് ശേഷമാണ് ഒരു പൗരോഹിത്യം പൂർത്തീകരിച്ച് എത്തുന്നത്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ തെറ്റുപറ്റുമോ അല്ലെങ്കിൽ കുറവുകൾ സംഭവിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടായിരിക്കും ചിലപ്പം വേദികളിൽ തന്നെ കയറി വരുന്നത്. ആദ്യമായി നിങ്ങൾ ഇന്ന് പരീക്ഷ എഴുതിയ 17ഓളം വിദ്യാർത്ഥികളെ ഞാൻ ആദ്യമായി നന്ദിയോടെ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ ഓർക്കുന്നു. അതുപോലെ തോറ്റ് ഒരു വിഷയത്തിൽ മാത്രം പുറകോട്ട് പോയ വിദ്യാർത്ഥികളെയും അതിനേക്കാൾ ഉപരി ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ചടങ്ങിൽ പുതുതായി ആരംഭിക്കുന്ന AI കോഴ്സിന്റെ 4ാമത്തെ ബാച്ചിന്റെ ഉദ്ഘാടനവും SSLC +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും നടന്നു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. എടത്തോട്ടെ ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഇന്റർ കൊളീജിയേറ്റ് ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കായിക താരം ദശരഥ് രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. എടത്തോട്ടെ ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആഭിമുഖ്യത്തിലാണ് സ്കൂൾ കോളേജ് തലത്തിൽ 100ഓളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്റർ കോളേജിയേറ്റ് ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റ് കായിക താരം ദശരഥ് രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ബഹുമാന്യനായ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, കായിക അധ്യാപകൻ മുരളീധരൻ സാർ, മറ്റ് അധ്യാപകർ, ചെസ് കായിക താരങ്ങൾ, പാരൻസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ ചെസ് കായിക താരങ്ങൾക്കും ആദ്യം തന്നെ ആശംസ അറിയിച്ചുകൊണ്ട് ആശംസ അർപ്പിക്കുന്നു. ഒരു ആർച്ചർ എന്ന നിലയിൽ ഫോക്കസിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആർച്ചറി ആയാലും ചെസ് ആയാലും ഫോക്കസ് ആണ് ഇമ്പോർട്ടൻ്റ്. എപ്പോഴും മൈൻഡ് ഷാർപ്പായിട്ടും ഓരോ മൂവ്മെൻറ്റും ശ്രദ്ധയോടും ചെയ്യുക. അതിലുപരി എൻജോയ് ചെയ്ത് കളിക്കുക. നമ്മുടെ മുന്നിൽ ആരും ആയിക്കോട്ടെ മത്സരിക്കുന്നത്, ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രോസസ്സിലാണ്. നമ്മുടെ പ്രോസസ്സ് മാത്രം ശ്രദ്ധിച്ച് എൻജോയ് ചെയ്ത് കളിക്കുക. എല്ലാവർക്കും നന്നായി കളിക്കാൻ സാധിക്കട്ടെ എന്ന് എന്നെ ഈ വേദിയിൽ ഉദ്ഘാടനമായി ക്ഷണിച്ച കോളേജ് മാനേജ്മെന്റ് എൻ്റെ പേരിലും ആർച്ചറി ഗെയിമിന്റെ പേരിലും ആശംസ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ പീറ്റർ ഊരോത്ത് അധ്യക്ഷത വഹിച്ചു. മാനേജർ ഫാദർ ജോർജ് കൊട്ടയിൽ, ഡോക്ടർ ദേവദാസ്, PT മുരളീധരൻ, സുഗുണേഷ് ബാബു, സെബാസ്റ്റ്യൻ, മിഥുൻ ലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ജീവിതശൈലി രോഗനിയന്ത്രണ പരിപാടിയായ ശൈലി 2 പദ്ധതിക്ക് പായം പഞ്ചായത്തിൽ തുടക്കമായി. ജീവിതശൈലി രോഗ നിയന്ത്രണ പരിപാടി ശൈലി 2 പദ്ധതിക്കാണ് പായം പഞ്ചായത്തിൽ തുടക്കമായത്. പദ്ധതിയുടെ ഭാഗമായി ജീവിതശൈലി രോഗങ്ങളെ നേരത്തെ കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനുമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടുകൂടി നടത്തുന്ന പ്രതിവർഷ ആരോഗ്യ സർവേ ശൈലി 2 നടപ്പിലാക്കുന്നത്. സർവേയിൽ ശാസ്ത്രീയ ചോദ്യാവലി ഉപയോഗിച്ച് പഞ്ചായത്തിലെ 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേരെയും സ്ക്രീനിങ്ങിന് വിധേയമാക്കി ജീവിതശൈലി രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അപകട സാധ്യതകൾ കൃത്യമായി കണ്ടെത്തുകയും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ക്യാമ്പുകൾ വഴിയും വ്യക്തിയെ പരിശോധിച്ച് രോഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. പ്രമേഹം, രക്തസമ്മർദ്ദം, വായിലെ ക്യാൻസർ, സ്തനാർബുദം, ഗർഭാശയ ക്യാൻസർ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയാണ് പ്രധാനമായും കണ്ടെത്തുന്നത്. ഇതിനു പുറമെ ക്ഷയരോഗം, കുഷ്ഠരോഗം, മാനസിക രോഗലക്ഷണങ്ങൾ, മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയും ശൈലി
2 സർവേയിലൂടെ കണ്ടെത്തുന്നു. സർവേയുമായി വീടുകളിലെത്തുന്ന ആശാ ആരോഗ്യ പ്രവർത്തകരോട് സഹകരിക്കണമെന്നും സർവേ ആവശ്യത്തിന് ആധാർ കാർഡ് നൽകണമെന്നും ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകണമെന്നും സ്ക്രീനിങ്ങിനായി മൊബൈൽ സന്ദേശങ്ങൾ ലഭിക്കുന്നവർ അടുത്തുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലോ വാർഡ് തല സ്ക്രീനിംഗ് ക്യാമ്പുകളിലോ എത്തി പരിശോധന നടത്തണമെന്നും പായം പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനോജ് സി കുറ്റ്യാനി പറഞ്ഞു. 30 വയസ്സിന് മുകളിലുള്ള നമ്മുടെ സംസ്ഥാനത്തുള്ള മുഴുവൻ ആളുകളുടെയും ജീവിതശൈലി രോഗങ്ങളെ നേരത്തെ മുൻകൂട്ടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ സർവേയുടെ ഉദ്ദേശം. നമുക്ക് നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധികൾ, ഇപ്പോൾ ഡെങ്കിപ്പനിയാണെങ്കിലും മഞ്ഞപ്പിത്തമാണെങ്കിലും പകർച്ചവ്യാധികൾ വല്ലാതെ കൂടിയിരിക്കുകയാണ്. അതിനേക്കാളും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ജീവിതശൈലി രോഗങ്ങൾ. പ്രമേഹമാണെങ്കിലും രക്തസമ്മർദ്ദമാണെങ്കിലും കൂടി വരുന്ന ക്യാൻസർ ആണെങ്കിലും നമ്മുടെ നാട്ടിൽ അതൊരു ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടെത്തുവാനും തുടക്കത്തിലെ ചികിത്സ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരള സർക്കാരിൻ്റെ ഇ ഹെൽത്ത് എന്നുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാഥമികമായിട്ടുള്ള സർവേ നടക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തുള്ള മുഴുവൻ പൗരന്മാരുടെയും 30 വയസ്സിന് മുകളിലുള്ള ആളുകളുടെയും വിവരങ്ങളാണ് വീടുകളിലെത്തിയിട്ട് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള ആശാ വർക്കർമാർ ശേഖരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഗാവസ്ഥ മൂർച്ഛിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു ഇടപെടൽ, ഒരു ഇൻ്റർവെൻഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ നമ്മളിപ്പം പറഞ്ഞിരിക്കുന്ന അസുഖങ്ങൾ കൂടാതെ സമൂഹത്തിലധികം അഡ്രസ്സ് ചെയ്യപ്പെടാത്തൊരു രോഗമാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. പലപ്പോഴും ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് മാത്രമല്ല ഒരുപക്ഷെ ആ കുടുംബത്തിനും സമൂഹത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അത് കൃത്യമായിട്ട് നേരത്തെ കണ്ടുപിടിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ചികിത്സയും കൗൺസിലിങ്ങും അടക്കമുള്ള സഹായം, വൈദ്യസഹായവും ഉറപ്പുവരുത്തി രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ നിന്ന് തടയുകയും ആ വ്യക്തിയെ നമുക്ക് ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതും ഇതിൻ്റെ ഒരു ഘടകമാണ്. സർവേയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി നിർവഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിറ്റു തോമസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനോജ് സി കുറ്റ്യാനി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കൊളയാട് സെന്റ് കോർണേലിയൂസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1997 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അധ്യാപകരെ ആദരിക്കലും സ്മൃതിപദം 97 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ലെനിൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അധ്യാപകരെ ആദരിക്കലും നടത്തി. കോളയാട് സെന്റ് കോർണേലിയൂസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1997 SSLC ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘവും അധ്യാപകരെ ആദരിക്കലും സ്മൃതിപദം 97 ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ലെനിൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. കെ എ ബഷീർ അധ്യക്ഷത വഹിച്ചു. MP ആശ, സ്കൂൾ പ്രധാനാധ്യാപകൻ ബിനു ജോർജ്, മുൻ പ്രധാനാധ്യാപകന്മാരായ MJ പാപ്പച്ചൻ മാസ്റ്റർ, P വിജയൻ, എമിലി സി, ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത അധ്യാപകരെ പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും സ്നേഹോപഹാരത്തോടൊപ്പം മാവിൻ തൈകൾ സമ്മാനിക്കുകയും ചെയ്തു. സംഗമത്തിൻ്റെ സ്മാരകമായി സ്കൂൾ ക്യാമ്പസിൽ ഫലവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. 150ഓളം പേരായിരുന്നു പരിപാടിയിൽ പങ്കെടുത്തത്. ഈ നമ്മുടെ കൂടെ ഇരിക്കുന്നവരിൽ ഒരു പരീക്ഷയ്ക്കെങ്കിലും തോക്കാത്തവർ വളരെ വിരളമായിരിക്കും. കാരണം ഞാൻ തോറ്റിട്ടുണ്ട്, 8ാം ക്ലാസ്സിലും തോറ്റിട്ടുണ്ട്, 9ാം ക്ലാസ്സിലും തോറ്റിട്ടുണ്ട്. എല്ലാ വിഷയത്തിനും അല്ല കേട്ടോ, ഓരോ വിഷയത്തിനും. അപ്പം നമ്മൾ തോറ്റു കഴിഞ്ഞാലും അവിടുന്ന് ഉയർത്തെണീറ്റ് നമുക്ക് നടക്കാൻ പറ്റുന്നുള്ള പഠനമാണ് ഈ വിദ്യാലയത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളെ ഇപ്പോഴത്തെ പുതിയ വിദ്യാഭ്യാസ രീതിയിൽ പലപ്പോഴും കാണുന്നത് എല്ലാവരും ജയിച്ച് പോരും. നമ്മുടെ ഒരുപാട് ഓർമ്മകൾ, സന്തോഷങ്ങൾ, വേർപാടുകൾ ഒക്കെ ഇവിടെയുണ്ട്. ഈ നീളം വരാന്തയും നമ്മുടെ പഴയ കുന്നും അതിലൂടെ ചുറ്റി നടക്കുന്ന നമ്മളും വരാന്തയുടെ അങ്ങേയറ്റത്ത് നിന്ന് പിന്നിലേക്കായി പിടിച്ച കൈയിൽ ചൂരൽ വഴിയായി നടന്നു വരുന്ന നമ്മുടെ ജോൺ ചെറിയ മാഷ് ഇന്ന് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ തന്നെ ഉണ്ട്.
ഈ ഒത്തുചേരലിന് സ്മൃതിപഥത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഇന്ന് 1968 ജൂൺ 3 ആരംഭിച്ച ഈ വിദ്യാലയം എന്നാൽ നമ്മൾ പഠിക്കുമ്പോൾ വളരെയധികം മാറിയിരിക്കുന്നു. ഇവിടെ ആധുനിക സാങ്കേതിക വിദ്യകളിലേക്ക് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മെഷീൻ ലേണിംഗിന്റെയും ChatGPTയുടെ കാലത്ത് വിദ്യാർത്ഥികൾ സ്വയമായി പഠിക്കാൻ പര്യാപ്തരായിരിക്കുന്നു. ഹൈവിഷൻ ന്യൂസ് പേരാവൂർ. കണിച്ചാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥാനികൻ മാടശ്ശേരി നാരായണശാന്തിയുടെ 3ാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. കണിച്ചാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സ്ഥാനികൻ മാടശ്ശേരി നാരായണശാന്തിയുടെ 3ാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. ക്ഷേത്ര അങ്കണത്തിൽ നടന്ന പുഷ്പാർച്ചന, വിശേഷാൽ പൂജ, അനുസ്മരണ ചടങ്ങുകൾ എന്നിവയ്ക്ക് SNDP ശാഖായോഗം പ്രസിഡന്റ് ശ്രീനിവാസൻ, സെക്രട്ടറി രാജേന്ദ്ര പ്രസാദ്, MN ഷീല എന്നിവർ നേതൃത്വം നൽകി. അതിനുശേഷമാണ് ഇന്ന് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ മഹാക്ഷേത്രം 4ാമത് പൂർത്തീകരിച്ച ഒരു ക്ഷേത്രമാണ്. ഇവിടെ ശ്രീനി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഈ ക്ഷേത്രം ഇങ്ങനെയായി കണ്ട് ഈ ക്ഷേത്രത്തിന് ഇങ്ങനെയാവുമെന്ന് പറയും ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തി ഇവിടെ ജീവിക്കാനുള്ള അദ്ദേഹം ഒരു 111 വയസ്സ് വരെ ജീവിച്ചെന്ന് പറഞ്ഞു. അത്രയും കാര്യങ്ങൾ നടത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ജീവിച്ചത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം അന്ന് തിരുവിതാംകൂറിന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കാവടി പരിപാടിയും അതുപോലെ തന്നെ എല്ലാ പരിപാടിക്കും പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാവടി ഘോഷയാത്രയും അതുപോലെ തന്നെ അതിനോട് പങ്കാളികളാകാനും അതിന് ഉള്ള നിർദ്ദേശങ്ങൾ തരാനും ഞങ്ങളെയൊക്കെ എന്നെയും ഭഗവാനെയൊക്കെ അത് പരിശീലിപ്പിക്കാനും ഒക്കെ കാരണമുണ്ടായത് അങ്ങനെയുള്ള ഒരു വ്യക്തിയായതുകൊണ്ടാണ്. എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ തന്ത്രി കഴിഞ്ഞ നവീകരണ സമയത്താണ് ഈ ഒരു ചടങ്ങ് നിങ്ങൾ എല്ലാ വർഷവും നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആദ്യത്തെ വർഷം നടത്തിയിരുന്നില്ല. 2ാം വർഷം കഴിഞ്ഞ ഉത്സവത്തിൻ്റെ സമയത്ത് നമ്മൾ നടത്തി. ഒരു ഉത്സവത്തിൻ്റെ സമയത്ത് ആരാധനയായിരുന്നില്ല. ഉത്സവത്തിൻ്റെ സമയത്ത് നമ്മൾ ഒരു ചടങ്ങൊക്കെ നടത്തി തിരുനെല്ലിയൊക്കെ പോയി അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ഇതെല്ലാ വർഷവും നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വരും തലമുറയെ ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം നമ്മളുടെയൊക്കെ കാലം കഴിഞ്ഞാലും വരും തലമുറ ഇതേ രീതിയിൽ തന്നെ ഇത് ആചരിക്കുന്ന ഒരു രീതി ഉണ്ടാവണം. നമ്മളിപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനവും ചരമദിനവും ആചരിക്കുന്നുണ്ട്. ജന്മദിനം നമ്മൾ വളരെ ആഘോഷമായിട്ട് ആചരിക്കുന്നു. ചരമദിനം നമ്മൾ അതിൻ്റേതായ രീതിയിൽ ആചരിക്കുന്നു. അത് നമ്മൾ ഹൈവിഷൻ ന്യൂസ് കേളകം. അടക്കാത്തോട് ഗവൺമെന്റ് UP സ്കൂളിന്റെ നേതൃത്വത്തിൽ ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണം നടത്തി. കേളകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലേക്കൂറ്റ് ദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. അടക്കാത്തോട് ഗവൺമെന്റ് UP സ്കൂളിന്റെ നേതൃത്വത്തിൽ ഒളിമ്പിക്സിന് മുന്നോടിയായി ദീപശിഖ പ്രയാണം നടത്തി. കേളകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലേക്കുറ്റ് ദീപശിഖ ദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ടൗൺ ചുറ്റി ആവേശപൂർവ്വം പ്രയാണം സ്കൂളിൽ സമാപിച്ചു. പരിപാടിക്ക് PTA പ്രസിഡന്റ് അൻസാദ് അസീസ്, കായികാധ്യാപകൻ അനൂപ് മാസ്റ്റർ, സുജിത്, ഷാജി മാത്യു, ഹെഡ് മിസസ് PA ലിസി, PTA അംഗങ്ങളായ അൻസാരി, മുത്തലിബ്, ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി. ഹൈവിഷൻ ന്യൂസ് കേളകം. ശാന്തിനികേതൻ ഇംഗ്ലീഷ് സ്കൂളിൽ 2024-25 വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. VVPAT യന്ത്രം ഉപയോഗിച്ചാണ് വോട്ടിംഗ് നടന്നത്. വൈസ് പ്രിൻസിപ്പാൾ ഷൈമ NN, അധ്യാപകരായ സുരേഷ് ബാബു, കവിച, സിന്ധു MK, അഖില മിഹിൽനാഥ്, മേരി ജോണി, സുനിഷ ഫിലിപ്പ്, നീതു ജോസ്, ഷംന MV, ഷൈനി ബിനോയ്, നിവ്യ ജോസഫ്, ശരണ്യ ശാലിൻ എന്നിവർ നേതൃത്വം നൽകി. അർജുൻ രാമചന്ദ്രൻ സ്കൂൾ ലീഡറായും വൈഗ പ്രദീപ് ഡെപ്യൂട്ടി ലീഡറായും തെരഞ്ഞെടുക്കപ്പെട്ടു. ചരമം. പുളിക്കലിലെ പരേതനായ കോട്ടയിൽ ശ്രീധരന്റെ ഭാര്യ ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മക്കൾ രാമചന്ദ്രൻ, സുധാമണി, ബാലചന്ദ്രൻ, രാധാമണി, ശിവപ്രസാദ്, കാമരാജ്, ബാബുരാജ്, ജയരാജ്, പരേതയായ ചന്ദ്രമതി. മരുമക്കൾ പുഷ്പ, സുകുമാരൻ, പുഷ്പ, ബാലചന്ദ്രൻ, ഗിരിജ, ഷീജ, ആശ, ശ്രീലത. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ. അടക്കാത്തോട്ടിലെ വയലിൽ പുളിയാനിക്കൽ ആഗസ്തി പാപ്പച്ചൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ഭാര്യ മേരിക്കുട്ടി. മക്കൾ ഷൈമ, മോളി, ഷൈജൻ, ഷെല്ലി. മരുമക്കൾ അപ്പച്ചൻ, ജോളി, കുഞ്ഞ്. ഉളിക്കൽ AKG നഗറിലെ തറയിൽ ജോസഫ് ഔസേബ് അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ഭാര്യ മേരി. മക്കൾ
ബാബു, ജോണി, ഷീല, ലിസി, ഷീബ. മരുമക്കൾ ലിസി, സിസിലി, തങ്കച്ചൻ, പരേതരായ തോമസ്, ബിജു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ഉളിക്കൽ സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 212, പേരാവൂർ 211, കൊട്ടിയൂർ 212. റബ്ബർ ലോട്ട് ഇരിട്ടി 200, പേരാവൂർ 201, കൊട്ടിയൂർ 202. ഒട്ടുപാൽ ഇരിട്ടി 125, പേരാവൂർ 128, കൊട്ടിയൂർ 130. കുരുമുളക് ഇരിട്ടി 620, പേരാവൂർ 625, കൊട്ടിയൂർ 620. കൊട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 325, കൊട്ടിയൂർ 320. നീ വന്നു പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6400, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചുഴലിക്കാറ്റും മഴയും. ഇരട്ടി മേഖലയിൽ 2 വീടുകൾ പൂർണ്ണമായും 8 വീടുകൾ ഭാഗികമായും തകർന്നു. വ്യാപക കൃഷിനാശം. ശക്തമായ കാറ്റിൽ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടം. മരം പൊട്ടിവീണ വീടുകൾക്ക് നാശനഷ്ടം. വൈദ്യുത കേബിൾ മേഖലയിലും വൻ നാശം. ഇരട്ടി പേരാവൂർ റോഡിലെ കുഴികൾ അടച്ചു. നടപടി ഹൈവിഷൻ വാർത്തയെ തുടർന്ന്. ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.